കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വൈകുന്നേരം ചായയോടൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് അവൽ ഉപയോഗിച്ചാണ്. ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് അളവ് അവലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ മീഡിയം തിക്നെസ് ആയിട്ടുള്ള വെളുത്ത അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത് വരാം. നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ ഇതൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരല്പം വലിയൊരു ബൗളിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കൂട്ട് തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ ആദ്യം അരക്കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതാദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ടോട്ടലായിട്ട് 1.5 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം അരക്കപ്പ് ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അവലും റവയൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കും തോറും കൂട്ട് കട്ടി കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 1.5 കപ്പ് അളവ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ടോട്ടലായിട്ട് 1.5 കപ്പ് അളവ് വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു കൂട്ട് കുറച്ച് കഴിയുന്തോറും കുറച്ച് കട്ടിയായിട്ട് വരും. അവലായതുകൊണ്ട് തന്നെ അത് സമയം കഴിയുന്തോറും കട്ടിയായിട്ട് വന്നോളും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം അല്ലെങ്കിൽ സാധാരണ ജീരകം എന്ന് പറയുന്ന ആ ഒരു ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിക്കി ആയിട്ടാണ് നമ്മളുടെ പലഹാരം ഇരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണുകളൊക്കെ കാണുള്ളൂ. രണ്ടും ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ടിൽ ഉപ്പ് ചേർത്തിരുന്നു. അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം 2 മിനിറ്റ് നേരത്തോളം ഞാനിവിടെ വഴറ്റിയെടുത്തിരുന്നു. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു കൂട്ട് ഒന്ന് കട്ടിയായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. സമയം കഴിയുന്തോറും ഇത് കട്ടിയായി വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്ന് ആ ഒരു ചപ്പാത്തി കൂട്ടിൻ്റെ ഒക്കെ പരുവാകുന്നത് വരെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിപ്പം ആ ഒരു പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി പലകയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്കാണ് ഇത് മാറ്റിയെടുക്കുന്നത്. ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഒരല്പം കട്ടിക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്ക് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ കത്തിയിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിതുപോലെ ചെറിയ റെക്റ്റാങ്കിൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു റെക്റ്റാങ്കിൾ പീസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്.
ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പലഹാരം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഫ്രീസ് ചെയ്തെടുക്കണം. അത് നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പാട് ഇത് അനക്കാൻ വേണ്ടി പാടില്ല. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ആദ്യമേ മറിച്ചിടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാം തന്നെ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറമേ നല്ലപോലെ കളർ മാറി വരും, ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. പുറമേ നല്ല മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.